നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ നീക്കം. CISF ഉദ്യോഗസ്ഥർ പ്രതിയായ കൊലപാതക കേസിലെ FIRഉം റിമാൻഡ് റിപ്പോർട്ടും DGക്ക് കൈമാറി. പ്രതികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉടനുണ്ടാകും. അതേസമയം രണ്ടാം പ്രതി മോഹൻകുമാറിനെ ഡ്യൂട്ടിയിൽ കയറാൻ സഹായിച്ച ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. കിരൺ കുമാർ ചേരുന്നു. കിരൺ, നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാനുള്ള തുടർ നീക്കമാണോ ഇപ്പോൾ നടക്കുന്നത്? രോഹിണി, ഐവിൻ ജിജോയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് CISF ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് സേന കടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള നീക്കങ്ങൾ സേനയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും പിന്നീട് റിമാൻഡിലായിട്ടുള്ള രണ്ട് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് CISF തേടിയിരിക്കുന്നത്. CISFിൻ്റെ DG ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തേടുകയും പോലീസ് റിമാൻഡ് റിപ്പോർട്ടും FIR അടക്കമുള്ള കാര്യങ്ങളും DGക്ക് കൈമാറിയിട്ടുണ്ട്. നേരത്തെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള വലിയ വിമർശനം തന്നെയായിരുന്നു ഉയർന്നിരുന്നത്. അതായത് ഗുരുതരമായ കണ്ടെത്തലുകളായിരുന്നു ഈ ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് ഉണ്ടായിരുന്നത്. ഐവിനെ കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവർ ആക്രമിച്ചത് എന്നുള്ളൊരു കാര്യമായിരുന്നു ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ഇവർ ആദ്യം വാക്ക് തർക്കത്തിലേക്കാകുകയും പിന്നീട് ഐവിനുമായി തർക്കത്തിലുണ്ടായതിനെ തുടർന്ന് ഐവിനെ കാറിടിപ്പിക്കുകയും കാറിൻ്റെ ബോണറ്റിലിരുത്തിക്കൊണ്ട് വളരെ ദൂരം സഞ്ചരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം നാട്ടുകാർ ഇടപെട്ടതിനെ തുടർന്ന് കാർ നിർത്താൻ ശ്രമിക്കുകയും അതിനിടയിൽ താഴെ വീണ ഐവിൻ്റെ ദേഹത്തൂടെ കാർ കയറ്റിയിറക്കുകയും ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഈ റിമാൻഡ് റിപ്പോർട്ടിലേക്ക് പറഞ്ഞിരുന്നത്. ഇത്തരത്തിൽ വലിയൊരു ക്രൂരത തന്നെയാണ് CISF ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളൊരു കാര്യം റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ റിമാൻഡ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം തുടർ നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് CISFിൻ്റെ തീരുമാനം. ഏതായാലും ഈ വരും ദിവസങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഐവിൻ ജിജോയുടെ വീട്ടുകാരടക്കം ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം ഈ ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള കർശന നടപടി ഉണ്ടാകണമെന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ഏതായാലും ഈ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് CISFിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഒരു കടുത്ത നടപടികളിലേക്ക് കടക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ CISF ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ സംഭവം ഉണ്ടാകുന്ന ദിവസം, അതായത് ഈ ഐവിനുമായി ഇവർ തർക്കത്തിലുണ്ടാവുകയും പിന്നീട് കൊലപാതകത്തിലേക്ക് കടക്കുന്ന അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഉദ്യോഗസ്ഥർ മറ്റൊരു CISF ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ നടന്ന പരിപാടിയിൽ വെച്ച് മദ്യപിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഒരു പാർട്ടി നടത്തിയിരുന്നു. ഈ പാർട്ടിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഈ ഉദ്യോഗസ്ഥർ പോകുന്ന വഴിയാണ് ഈ തർക്കം ഉണ്ടാവുകയും കൊലപാതകത്തിലേക്ക് അടക്കം കാര്യങ്ങൾ കടക്കുകയും ചെയ്തിരുന്നത്. ഈ സമയത്ത് ഉണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, ഈ സംഭവത്തിന് ശേഷം ഇതിലെ രണ്ടാം പ്രതിയായിട്ടുള്ള മോഹൻകുമാറിനെ അന്ന് ഡ്യൂട്ടിയിലേക്ക് കയറാനായിട്ട് സഹായിച്ച മറ്റൊരു CISF ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട്. ഇയാളോട് തിങ്കളാഴ്ച ഹാജരാകാനായിട്ടാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ഹാജരാകാൻ നിർദ്ദേശം നൽകി നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ അന്ന് ഏതായാലും പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മറ്റുദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കാൻ കൂടി പോലീസിൻ്റെ ഭാഗത്തു നിന്നും നീക്കം ആരംഭിച്ചിട്ടുണ്ട്. രോഹിണി. ശരി, കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.